പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. പശ്ചിമേതം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പരാജയത്തിന്റെ കൈപ്പിന്തിരി കുടിച്ചുകൊണ്ട് വിജയത്തിന്റെ വിജയ സോപാനത്തിലേറാൻ വിശ്വവിഖ്യാതന്മാരല്ലെങ്കിൽ പോലും രാജ്യം നേടിയ എന്റെ സുഹൃത്തുക്കൾ കുടുംബമടക്കം കുട്ടിയോളും അടക്കം എത്തിയിരിക്കുന്നു. ആരായിരിക്കും ഇതിൽ എന്നോട് ഏറ്റുകൂടാൻ പോകുന്ന നീരാളി? ആ നീരാളിയെ കണ്ടെത്താനുള്ള എന്റെ ആദ്യത്തെ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. കിട്ടുന്നതിന് മുമ്പ് പരിശ്രമം, കിട്ടിയാൽ വിശ്രമം. എന്തായിരിക്കും അത്? സർക്കാർ ജോലി. താങ്ക് യു. യു ആർ എക്സാക്ട്. വളരെയേറെ തിരക്കുണ്ടായിട്ട് പോലും അദ്ദേഹം അത് കളച്ചു വെച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് പങ്കുവയ്ക്കാം കുറച്ച് സമയങ്ങൾ അദ്ദേഹവുമായിട്ട്. അദ്ദേഹത്തിന്റെ വിലയേറിയ സമയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. താങ്ക് യു. വളരെയേറെ തിരക്കുണ്ടായിട്ട് പോലും ഈ വേദിയിലേക്ക് കടന്നു വരാൻ വളരെ സാഹസികമായി, വളരെ ശ്രമകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കുന്നതോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൃദയമായി സ്വാഗതം. പ്രിയപ്പെട്ടവര്, കുറച്ചു കാലങ്ങളായി ഇവിടെ വരണമെന്നും ഈ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. പക്ഷെ ചില ബുദ്ധികളുടെ വളരെ വൈശാചികമായ, വളരെ മൃഗീയമായ ചിന്തകളുടെ എനിക്കതിന് കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഇവിടെ വരാനും ഇതിനകത്ത് പങ്കെടുക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കും. ഈ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ആദ്യമായിട്ട് എത്തി നോക്കിയത് നമ്മുടെ ഖജനാവിലേക്ക്. അവിടെ കണ്ട കാഴ്ച, കഞ്ഞി വെക്കാത്ത അടുപ്പിൽ പൂച്ച പറ്റി കിടക്കുന്നത് പോലെ 10-16 പൂച്ചകൾ പറ്റി കിടക്കുന്നു. അപ്പൊ ഞാൻ ആ പൂച്ചകളെയൊക്കെ തല്ലി ഓടിച്ച് ഒരുവിധം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലുമൊക്കെ ഇടുന്നുണ്ട്. അതിനു മുമ്പ് ഓരോരുത്തർ പറയണേ എനിക്ക് സ്പീഡില്ല, മറ്റേതില്ല, മറ്റത്. ഡീസലില്ലാത്ത വണ്ടിയായിട്ട് ഞാൻ എങ്ങനെ സ്പീഡിൽ ഓടിപ്പെടുന്നു? അപ്പൊ ഇപ്പൊ എല്ലാവരും കൂടി എന്നെ ആ വണ്ടി തള്ളി ഉന്തി തള്ളി ഇപ്പൊ എനിക്ക് നടുവും പാടില്ല, മേലും പാടില്ല, തിരുമലും ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമാണ്. അപ്പോ മുഖ്യന്റെ അപരനായിട്ട് ഒരാൾ വന്നിട്ട് അയാൾക്ക് അവാർഡ് വരെ കിട്ടി. എനിക്ക് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള കുത്തല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അധികം ദീർഘിക്കുന്നില്ല. നിങ്ങളെങ്കിലും എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്താതിരിക്കുക. കൂടെയുള്ള ഒരു കുത്തും അതുറപ്പാണ്. അപ്പൊ നന്ദി, നമസ്കാരം. കാര്യങ്ങളിലേക്ക് താങ്ക് യു. നമുക്ക് പശ്ചിമേത പരിപാടിയിലേക്ക് കിടക്കാം. ഇരിക്കും. ആദ്യമായിട്ടാണ് താങ്കൾ പശ്ചിമേത പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അതെ. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടില്ല? ഇല്ല. പരാജയത്തിന്റെ കൈപ്പിന്റെ അദ്ദേഹം കുടിച്ചിട്ടില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കറക്റ്റ്. താങ്കൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഭാരതീയൻ? അതെ. ഇന്ത്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്? അതെ. 1947 മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്? അതെ. അതെ. അദ്ദേഹം സത്യാഗ്രഹം, ഉപവാദം അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? യെസ്. ഉപ്പ്, മുളക്, മല്ലി അങ്ങനെ ഏതെങ്കിലും ദ്രവ്യവുമായിട്ട് ബന്ധമുണ്ടോ? ഐ മീൻ ഉപ്പ്? യെസ്. ശക്തിമാനെ പോലെ ശക്തിയുള്ള മനുഷ്യനാണോ? അത്യാവശ്യത്തിന് ശക്തിയുണ്ട്. നിറവേറ്റുമല്ല പുറത്ത് സൈക്കിളയ്ക്കൽ. എന്റെ 7ാമത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി സൂപ്പർമാനെ പോലെ പാന്റ് ഡൊമിനേഷൻ കെട്ടിയിടാറുണ്ടോ? ഇല്ല. ലൂണായി ഹവായി പാരഗണിൽ ചെരുപ്പൾ അദ്ദേഹം അണിയാറുണ്ടോ? ഐ മീൻ മേഡി? യെസ്. അദ്ദേഹത്തിന്റെ പ്രതിമകൾ കവലകളോടും കാണാറുണ്ടോ? മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ പ്രതിമകൾ കവലകൾ തോറും കാണാറുണ്ടോ? ഈ കാക്കയൊക്കെ തൂറി ആരും ശ്രദ്ധിക്കാതെ ചില സമയത്ത് ഓരോരുത്തരും കൊണ്ടത് പൂമാലയൊക്കെ ഇട്ട് ഇത് ഉണ്ട്. അദ്ദേഹത്തിന്റെ ജന്മമാസം ഒക്ടോബർ 2. യെസ്. വേദിപ്പിഴ പ്രഭാകരനെ പോലെയോ വീരപ്പനെ പോലെയോ ഒസാമ ബിലാദിനെ പോലെയോ ആയുധങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണോ? ഐ മീൻ വടി? യെസ്. പോലീസുകാരനെ ലാത്തിയുണ്ട്, ഊർക്കടങ്ങിൽ വടിയുണ്ട്, കാണികളെ കുടുക്കുടാച്ചിരിപ്പിക്കുന്ന ചാർലി ചാപ്ലിന്റെ കയ്യിൽ പോലും വാക്കിംഗ് സ്റ്റിക്കുണ്ട്.
യെസ് ഒക്ടോബർ 2 ജന്മമാസം. യെസ്. ശക്തിമാനെ പോലെ ശക്തിയില്ല. അത്യാവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞു. വസ്ത്രദാനത്തിൽ നിലവയം പുലർത്തുന്ന ആളാണോ? ഐ മീൻ ശക്തിയെ പോലെ കുറച്ച് വസ്ത്രങ്ങൾ. യെസ്. അത് അക്കാര്യത്തിൽ എനിക്ക് താങ്കളോട് വളരെ യോജിപ്പാണ്. കാരണം എന്റെ നയത്തോട് നീതി പുലർത്തുന്ന കേരളത്തിലെ ആകെ ഒരാളെ ആ കുട്ടി മാത്രമേ ഉള്ളൂ. കാരണം വളരെ ചെലവ് ചുരുക്കിയ ചിത്രങ്ങളും വളരെ കുറച്ചു തുണി മതി. എത്ര ചിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് ഐ മീൻ ആക്സിഡന്റ്, വെടിയേറ്റാണ്. യെസ്. ജീവിതത്തിന്റെ മുക്കാൽ സമയം ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. യെസ്. എന്റെ അവസാനത്തെ ചോദ്യം, യെസ്. താങ്കൾ ജയിക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഇപ്പോ ഒരു ജയം കഴിഞ്ഞ് ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇനിയും എന്നെ വിജയിപ്പിച്ച് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതെന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. രാജീവ് ഗാന്ധി എനിക്കറിയാം, സോണിയാഗാന്ധി എനിക്കറിയാം, മോഹൻഗാന്ധി എനിക്കറിയാം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എനിക്കറിയാം. താങ്കൾ വിചാരിച്ച വ്യക്തി സദാം ഹുസൈനല്ലേ? ഈ ഇത്രയും വിവരം കെട്ടവൻ എന്താ ചെയ്യും? ചില കാരണമാണ് കുറെ എന്നോട് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിയെ വിളിച്ചിട്ട്, ഇത്രയല്ല കൊച്ചു കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കും ഞാനിപ്പോ ഉദ്ദേശിച്ചത് ആരെയാണ്? എടോ നമ്മുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചുകൊണ്ട് പാപൻകടലിൽ ജീവിക്കാമെന്ന റൊട്ടിയും ഉരുളക്കിഴക്ക് ജീവിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ, മജി മാംസമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നില്ലെന്ന് ഐൻസ്റ്റീൻ വരെ നമ്മുടെ മുമ്പിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. ആ മഹാമനുഷ്യനാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പരാജയം സമ്മതിക്കുന്നു. ഇക്കുറി വിജയത്തിന് ബിജു സ്വഭാവത്തിലാണ് അദ്ദേഹത്തിനുള്ള അവകാശം. ഞാൻ ആദ്യമായിട്ട് പരാജയം സമ്മതിക്കുന്നു. താങ്ക് യു. വെൽക്കം ടു കം ബാക്ക് അശ്വമേധം. മ്യൂസിക് ഇടില്ലേ, ഒന്ന് സ്ലോ മോഷനിൽ പോയിക്കോട്ടെ.